ഞങ്ങളുടെ കുട്ടികളെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചു. നവകേരള സദസ്സിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലി. ഒരു പോലീസുകാരന് പരിക്കില്ല, ഒരു വണ്ടിയുടെ ചില്ല് തകർന്നിട്ടില്ല. എന്നിട്ടും ഞങ്ങളുടെ നേതാക്കളെ പട്ടിയെ പോലെ ഈ റോഡിലിട്ട് തല്ലി, ക്രൂരമായി തല്ലി. അവിടെ ഇരിക്കുന്നവന്മാരെ സന്തോഷിപ്പിക്കാൻ ഇട്ടിരിക്കുന്ന കാക്കിയുടെ വിലയറിയാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അമിതാധികാരം പ്രയോഗിച്ചാൽ അവന്മാരെല്ലാം ചെവിയിൽ നുള്ളിക്കോ എന്ന് ഞാൻ പറയാം. അധികാരവും നിയമവും പാലിച്ചോട്ടെ പോലീസ്. ഇന്നലെ കാണിച്ചത് അമിതാധികാരമാണ്, അമിതാധികാരം. അങ്ങനെയുള്ള അധികാരം പോലീസിനാരും കൊടുത്തിട്ടില്ല. മുകളിലിരിക്കുന്നവന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്താൽ ഒരുത്തൻ നടക്കണ ഇപ്പോ തെക്ക് വടക്ക് ഒരാളുമില്ല സംരക്ഷിക്കാൻ, ഒരാളും ഉണ്ടാവില്ല സംരക്ഷിക്കാൻ. എന്റെ അങ്കിളാണ് എന്ന് പറഞ്ഞിട്ടാണ് വേറൊരുത്തൻ വേറെ ഏർപ്പാട് മലപ്പുറത്ത് ചെയ്തത്. ഇത് മുഖ്യമന്ത്രി അങ്കിളാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്റെ മോനെ, ഒരു അങ്കിളും ഉണ്ടാവില്ല രക്ഷിക്കാൻ. അപകടത്തിൽപ്പെട്ട രക്ഷിക്കാൻ ഒരുത്തിനും ഉണ്ടാവില്ല എന്നുള്ള ഓർമ്മ ഈ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെങ്കിൽ നല്ലത്. ഒരുപാട് നല്ല ആളുകളുണ്ട് പോലീസിൽ, നല്ല മനുഷ്യരുണ്ട്. അവരൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. ആ പോലീസിനെ ഏഴാം മൂലകളാക്കി. കണ്ടില്ലേ, MLA കാല് പിടിക്കുന്നു ഒരുത്തൻ SP, MLA കാല്. എന്നിട്ട് SP വേറെ 3 SP-മാരെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഇരുന്നിട്ട്. അതുപോലത്തെ വേണ്ടാത്ത വർത്താനം ഇടോ. തിരുവനന്തപുരം DCC പ്രസിഡന്റ് കൊല്ലത്തെയും ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും DCC പ്രസിഡന്റിനെ പറ്റി മോശം പറഞ്ഞാൽ പാലോട് രവി പാർട്ടിയിൽ ഉണ്ടാവില്ല. ഉണ്ടാവോ? അങ്ങനെ പറഞ്ഞാൽ അതുപോലെയാണ് ഈ പത്തനംതിട്ട SP തൃശ്ശൂരിലെയും പാലക്കാടെയും മലപ്പുറത്തെ SP-മാരെ പറ്റി മോശമായി പറഞ്ഞു. അവൻ പറയാണ് ഈ ADGP അവന്റെ ഭാര്യ സഹോദരന്മാർ കൊള്ളയാണ്, അവൻ കള്ളനാണ്, അവൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ്. എന്നിട്ട് അവനെ സസ്പെൻഡ് ചെയ്യാൻ 4 ദിവസം എടുത്തു. അത് ഞാൻ പറഞ്ഞ് കളിയാക്കിയ പിന്നെയാണ് അയാൾക്കെതിരെ സസ്പെൻഡ്. അവനെയൊന്നും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. 1 മിനിറ്റ് കാല് പിടിക്കുകയാണ് വേണ്ടാത്തരം കാണിച്ചിട്ട്. എന്നിട്ട് നല്ല പോലീസുകാർക്ക് വരെ നാണക്കേടുണ്ടാക്കുന്നവന്മാർ ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു വലിയ സമര പരമ്പരയുടെ തുടക്കമാണ്. ഇതിനെതിരായി നടപടികൾ സ്വീകരിച്ച് ഇതുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരം തല്ലി ഒതുക്കാം എന്നത് ആരും കരുതണ്ട. തെറ്റിദ്ധാരണ. നവകേരള സദസ്സിൽ കണ്ണൂർ തല്ലി ഒതുക്കാൻ നോക്കിയിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടും തീർന്നില്ല. അതിന് ജനങ്ങൾ നല്ല മറുപടിയും തെരഞ്ഞെടുപ്പിൽ തന്നു.